ഹലോ ഗായ്സ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 4 തോന്നുന്നില്ലേ, 4-5 ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോൻ്റെ അടുത്ത് ഞാൻ കൺഫാമുള്ള ഈ ഒരു തുരങ്കം, അതായത് ഈ ഒരു കുഴി ഞാൻ വെട്ടിയിട്ടിരുന്നു. ഞാൻ അതിൻ്റെ അടിയിൽ ബെഡ് വെച്ചു, മുകളിൽ ഫ്ലക്സിങ് ടേബിളും വെച്ച്. ഇനി കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ വില്ലേജേഴ്സിനെയാണ്. നമ്മുടെ ഒരു വില്ലേജർ ഓൾറെഡി നമ്മളെ ബേസിൻ്റെ അകത്ത് ഞാൻ കൊണ്ടാച്ച് വെച്ചിരുന്നു. അതും എടുത്ത് നൈറ്റ് ആവാൻ തോന്നി. ഇനി എന്തായാലും ഡേ അല്ല നൈറ്റ് തന്നെയാണ് ഗൈസ്. നമുക്ക് ആദ്യം ആ ബേബി വില്ലേജറിനെ എടുക്കാം. അതിനെ ആൻഫാമിലൊക്കെ കൊണ്ടിട്ട് പിന്നെ നമ്മുടെ മറ്റേ വില്ലേജറില്ലേ, നമ്മളെ ബേസിൻ്റെ അകത്തല്ലേ, അതിനെ തന്നെ ആദ്യം കൊണ്ടിടുക. കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് മറ്റേ ലാമയും കൊണ്ടുവരുന്നവനില്ലേ, ഓൻ്റെ അടുത്ത് നിന്ന് എനിക്ക് സാപ്ലിങ്സ് കിട്ടിയിരുന്നു, സ്ക്രൂസിൻ്റെ. അങ്ങനെ അതും ഓൻ്റെ അടുത്ത് കിട്ടി. പിന്നെ നമ്മളെ വേൾഡൊക്കെ ഒന്ന് ഈ സാപ്ലിങ്സൊക്കെ കുഴിച്ചിട്ട് വുഡ് ഉണ്ടാക്കി അത് ബോൺവീൽ ചെയ്ത് അതാക്കി എനിക്ക് 4 സ്ക്രൂസ് ലോഗും കിട്ടി. ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഒരു ലീഷ് എടുക്കണം. ലീഷ് നമ്മളെ കയ്യിലോട്ട് എത്തിയിട്ട് അല്ലേ, നമുക്ക് ആദ്യം കുട്ടി വില്ലേജറിനെ കൊണ്ടുവരാം. അതന്നല്ലേ ബേബി വില്ലേജർ, ബേബി വില്ലേജറാണ്. ബേബി വില്ലേജർ ഓ ബേബി നമുക്ക് ആ ബോട്ട് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ ഒന്നങ്ങ് പൊട്ടിച്ചളയാം. ഓക്കെ ഗൈസ്, നമ്മുടെ കുട്ടി വില്ലേജർ അങ്ങനെ വന്നു ഗൈസ്. പണിപാളി, കുട്ടി വില്ലേജറാണ്ടാ പോകുന്നു. ഇതെന്തൊരിതായത് ഗൈസ്, സാധാരണ അങ്ങനെയല്ല ചെയ്യാറ്, എന്തൊരു പതിവില്ലാത്തൊരു പറ്റൽ ഗൈസ്. നോ പ്രോബ്ലം ഒന്നുമില്ല ഗൈസ്, ഇത് അത്യാവശ്യം പ്രശ്നമുള്ള സംഭവമാണ്. ഒരു കുട്ടി വില്ലേജറാ പോയെ. എൻ്റെ മോനെ, എൻ്റെ ഹാൻഡ് ഫാം കുളമായി. കുട്ടി വില്ലേജർ ഇതിൻ്റെ അകത്ത് എങ്ങനെ ചാടി കൊടുത്തോ? രക്ഷപ്പെട്ടു, അതിൻ്റെ അകത്ത് ചാടിയില്ല. ഇനി എവിടെയാണ് എൻ്റെ കുട്ടി വില്ലേജറെ നീ വിളിച്ച് നിൽക്കുന്നത്? കണ്ട് ഗൈസ്, നമ്മൾ കണ്ടു. ബഗ്ഗാണ്, ബെഡ് റോക്ക് അഡിക്ഷൻ ബഗ്. ഗൈസ്, രാത്രിയാവാനായി ഗൈസ്. എല്ലാ കുലുമാലും ഒരുമിച്ചാണ് വരുന്നത് ഗൈസ്. എന്തൊരിതാത് ഗൈസ്. എനിക്കാണെങ്കിൽ പണി കിട്ടി ഗൈസ്. ബേബി വില്ലേജർ അങ്ങനെ കയറി, നല്ല അനുസരണല്ല ബേബി വില്ലേജർ. ഓക്കെ കൂട്ടാ, നമുക്ക് ഇവനെ കൊണ്ട് വേഗം തന്നെ നമ്മളെ ബേസിലോട്ട് പോവാം ഗൈസ്. രാത്രിയായി, എനിക്കാണെങ്കിൽ പേടിയാകുന്നുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രിയിനുള്ളിൽ ഇവനെ നമുക്ക് എന്താക്കണം, നമ്മുടെ ബേസിലോട്ട് എത്തിക്കണം, അല്ലേ പണി കിട്ടും. ഇല്ല ഗൈസ്, അത് ബ്രൈറ്റ്നെസ്സിൻ്റെ കുഴപ്പമെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും ഇന്ന് ഇവനെ ഇടാനുള്ള സമയമുണ്ട്, അതുകൊണ്ട് നേരെ നമുക്ക് ആൻഫാമിലേക്ക് തന്നെ ഇവനെ കൊണ്ടുപോകാം. ഓക്കെ സി ഗൈസ്, നമ്മളിപ്പോൾ ഇവനെ കൊണ്ട് ആൻഫാമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കയറുക ഗൈസ്. വെപ്രാളത്തിൽ ഓടുകയാണ് ഗൈസ്. നൈറ്റ് ആവാനായി പിന്നെ ആൻഫാമിലേക്ക് കൊണ്ടുപോകാൻ സമയമില്ല ഗൈസ്. അതുകൊണ്ട് നൈറ്റ് ആവാനായി സൂര്യൻ ഇപ്പോൾ ഉദിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബേസിലോട്ട് ഓടിപ്പോവാം ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് ലീഷാണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ഭയങ്കര പണിയാണ് ഗൈസ് വില്ലേജറിനെ കൊണ്ടുപോയിട്ട്. വേഗം വാ, സമയമില്ല, ജീവമാണ്. വേഗം വാ, കം ഫാസ്റ്റ്. വേഗം വാ. ലാക്കിലെ സാധനം കയറ്റി ഗൈസ്. ഇപ്പാണ് കയറുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ ബേസിനുള്ളിലോട്ട് കയറാം.
ഇവിടെ ഇവിടം വരെ എത്തിയിട്ട് ബേബി വില്ലേജറിനെ പോകില്ല. ഹോ ബേബി വില്ലേജറിനെ കയറ്റി നമുക്ക് അവൻ്റെ കയറും പൊട്ടിച്ചെടുത്ത് മുകളിലാണ് ഞാൻ എൻ്റെ ബെഡ് കൊണ്ടിട്ട്. അവിടെയാണ് എൻ്റെ ഒറിജിനൽ ബെഡ്റൂം. കിടന്നുറങ്ങി. അപ്പം സമാധാനമായി ഗൈസ്. അപ്പം നമ്മളെ ബേബി വില്ലേജറിനെ നമുക്ക് വേഗം നമ്മുടെ അൺഫാമിലോട്ട് കൊണ്ടുവച്ച് ഇടാം. അത് നീങ്ങുക. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യത്തെ ബേബി വില്ലേജർ അൺഫാമിലോട്ട് കിടക്കുകയാണ്. എൻ്റെ ഓരോ വെച്ചടിയും അവനെ ഞാൻ ഇപ്പം ട്രാപ്പാക്കുകയാണ് ഗൈസ്. അങ്ങനെയല്ലേ, നമുക്ക് ബോട്ടമിൽ ചെയ്യാം. നമ്മുടെ ഹെൽത്ത് കുറയാൻ. അയ്യോ ലീഷ് എവിടെ? വിസ്മ ലീഷ്. ഗൈസ് നമ്മൾ ബോട്ട് കയറണ്ട. നമ്മൾ കയറി നമ്മളും കയറിപ്പോവും. ബോട്ട് കയറുക. നേരെ ചൂച്ചു വണ്ടി പോവട്ടെ. അയ്യോ അതുകൊണ്ട് നമ്മൾ എത്തി മോനെ കിടന്നുറങ്ങാലോ. അൺഫാമാണിത്. ഞാൻ ഫാം. നീ എന്ത് വെപ്രാളത്തിലാണ് ഓടുന്നത്? നിനക്ക് കൂട്ടായിട്ട് വേറൊളയും കൂടി വേണോ? തരാടാ, എനിക്കിനി അതുകൂടി ചെയ്ത് തരാടാ. എനിക്ക് തരാടാ. ഇപ്പം തരട്ടാ. നമുക്ക് ഫുഡിൽ നിന്ന് മറ്റേ വില്ലേജറിനെ കൂടി വേഗം അങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് പണിയുണ്ട്. ഓക്കെ ഗൈസ്, ഉറങ്ങണോ? എന്നാൽ വീഴണമോ? വേഗം വരൂ. നിനക്ക് പുറം ലോകം കാണാൻ സമയമായി. പുറം ലോകം കണ്ട് കൊതിക്കുമ്പോഴേക്ക് നീ വെറും അകത്തേക്ക് തന്നെ പിരിച്ചു പോകും മോനെ ദിനേശ. ടെക്നോളജി. നമുക്ക് ആൻഫാമിൻ്റെ അടുത്തെത്തണം. എന്നിട്ട് നമുക്ക് ബോട്ട് MLG ചെയ്യണം. ട്രേഡൊക്കെ ആർക്ക് വേണം? ഇപ്പോൾ എൻ്റെ ആൻഫാമിൻ്റെ സമയമായി. ഓക്കെ ഗൈസ്, ബും മാറിക്കോ. അല്ലേ വേണ്ട, ഒരു ചെറിയൊരു വിശ്വാസക്കുറവാണ്. മാറിക്കോ. എൻ്റെ ബേബി വില്ലേജറിൻ്റെ തലയിലൊന്നും വീഴല്ലേ. ബേബി വില്ലേജറെ രക്ഷപ്പെട്ടോ ഗൈസ്. ബേബി വില്ലേജറും അതിൻ്റെ അകത്ത് നിന്ന് കയറിയാൽ കുത്തിരിന്. പക്ഷെ എന്താ ജോമു ഇങ്ങനെ? ജോമു പണി വിട്ടു. ജോമു എൻ്റെ അല്ല ജോമു. ഓക്കെ ഗൈസ്, ജസ്റ്റ് ഇവിടുന്ന് തുറക്കാൻ പറ്റിയോണ്ടോ ആവശ്യപ്പെട്ട്. ഓക്കെ ഗൈസ്, ഇനി ഇവൻ്റെ മുകളിൽ. ഓക്കെ, ഇതല്ലേ റെഡിയല്ലേ? സോറി, അറിയാണ്ട് അടിച്ചു പോയതാണ്. ഇതല്ലേ റെഡിയല്ലേ? തെറ്റാനായിരുന്നു, തെറ്റായിക്കോട്ടെ. നമുക്ക് എന്തായാലും പാൻഫാമിൻ്റെ പണിയാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വെപ്രാളിക്കുന്നത് ഗൈസ്. ഒന്നും തോന്നില്ലേ? ഓക്കെ, നമ്മളിവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു തുരങ്കം ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ തുരങ്കം വെട്ടിയിട്ടിട്ടുണ്ട്. നിനക്ക് പോകാൻ സമയമായി. എടാ നീ പോടാ, നിന്റെ സ്ഥലം വേറെയാടാ, ഇങ്ങോട്ട് വാടാ. എന്താണ് ജോമോ ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കല്ലേ. ഗൈസ് ഒന്നും തിരിയില്ല. ഇപ്പം തിരിഞ്ഞു. നമുക്ക് കുഴപ്പമില്ല. ഒരു ജസ്റ്റ് ഉണ്ടാക്കണ്ട, പിന്നെ ലേഡർ ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റിക്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ.
ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെക്കുക. എന്നിട്ട് 8 സ്റ്റിക്ക് ആക്കണ്ട, 8 സ്റ്റിക്ക് അങ്ങ് ആക്കിയേക്കുക. എന്നിട്ട് മേലോട്ട് കയറേണ്ട സാധനങ്ങൾ ഇവിടെ. ഓക്കെ 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 ഗൈസ്. 3 മതിയോ? പോരാ, മിനിമം ഒരു 6 വേണ്ടതാണ് ഗൈസ്. ഗൈസ് ഓക്കെ ഗൈസ്, 8 കിട്ടി. ഇനി ഒരു 3 കൂടി ഉണ്ടാക്കാൻ പറ്റിയാൽ ഓക്കെ ഗൈസ്. 3 കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ലേഡർ അവിടെ വെച്ച് അവിടെ കുഴിയും വെട്ടിയിട്ടിട്ടുണ്ട്. അതിന് ആങ്കിൾ അവിടെ സ്പോണാവണം. അവിടെ സ്പോണായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ വുഡാണ് വളർന്ന് ഗൈസ്. സാപ്ലിങ്സ് കിട്ടേണ്ടതാണല്ലോ. അവിടെ 20 വില്ലേജറായ ഇവിടെ ഒരു ആങ്കിൾ സ്പോണാവും. അത് അവിടെ നിന്ന് വല്ലാണ്ട് സ്പോണാവട്ടെ. നമ്മൾ ഫുഡ് എറിഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, അത് കുഴപ്പമില്ലല്ലോ. നമുക്കൊരു ഡയമണ്ട് ആക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് ഗൈസ്, ഒരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കണം. സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. ഉണ്ട് ഗൈസ്. വുഡ് മൊത്തം മുറിച്ച് മാറ്റണം. അത് മൊത്തം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഹോമിൻ്റെ ഇൻറ്റീരിയർ പരിപാടി തുടങ്ങേണ്ടതുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ആക്സ് ഉണ്ടാക്കി ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഗൈസ്. കുറച്ച് പരിപാടി നമ്മൾ ആൻഫാമിൻ്റെ ഉടനെ ബാക്കിയുണ്ട്. ഇപ്പം വേണ്ട അതാണ് അയങ്കോളം സ്പൂണായിട്ട് ചെയ്യാം. ഓക്കെ, അയങ്കോളം സ്പൂൺ ആവാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. അയങ്കോളമേ നമുക്ക് ബോട്ടിലുള്ള വില്ലേജറിന് ബോട്ടിലുള്ള ഇവൻ്റെ പേരെന്ന് എനിക്ക് ഷീപ്പ് അവൻ്റെ 1 ടാപ്പ് നോക്കിയൊന്നും കൊടുക്കുക. അത് കൊള്ളാത്തെ. എൻ്റെ അടിക്കാൻ 2 മട്ടൻ കിട്ടി ഗൈസ്. മത്തങ്ങ എൻ്റെ മത്തങ്ങ, ഞാൻ നിൻ്റെ മത്തങ്ങ. ഓക്കെ ഗൈസ്, അങ്ങനെ അതും ആക്കി. ഇനി നമുക്ക് നമ്മളെ വുഡ് മുറിച്ച് മാറ്റാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ വേൾഡിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ കളിച്ചതിൻ്റെ അകത്ത് ആകെ 2 അയൺഫാം ഉണ്ടാക്കിയ 2ാമത്തെ അയൺഫാം ഇതാണ് ഗൈസ്. ഈ വീഡിയോ ചെയ്ത് ഞാൻ കളിക്കുന്ന അയൺഫാം ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു. 2 സാപ്ലിങ്സ് ഇപ്പം തന്നെ കിട്ടി ഗൈസ്. എൻ്റെ ഒരു ലെക്ക് നോക്ക് ഗൈസ്. കിട്ടട്ടെ, ലെക്കിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പിന്നെ കിട്ടാണ്ട് പോകും ഗൈസ്, അത് മഹാപാപമാണ്. എന്നിട്ട് നമുക്ക് 4 വുഡൻ ഒരുമിച്ച് ഉണ്ടാകുന്നൊരു സംഭവമില്ലേ, എന്നിട്ട് അതുണ്ടാക്കാം. ഞാൻ ഫുഡ് എറിഞ്ഞു കൊടുത്തില്ലല്ലോ. ഫുഡിനിപ്പോൾ വീറ്റ് ഫാം ആവശ്യമില്ലേ? എന്ത് ചെയ്യും ജോമു? എന്താ ജോമു ഒരു ഐഡിയ ഇല്ലാത്ത ജോമു? നമ്മുടെ വില്ലേജർ വീടർ മര്യാദയ്ക്ക് തന്നെ പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും അങ്ങനെ തന്നെ പോയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ വീട് അവിടെ ചെൻഡ് ചെയ്യണം. ഗൈസ്, നിങ്ങൾ വായ 2 കണ്ടിട്ടുണ്ടെ കമൻറ്റ് ചെയ്യുക. വായ 2 ആണോ ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ആട് 3 ആണോ? എന്തായാലും നമുക്ക് ഈ 6 സ്റ്റാപ്ലിങ്സിൻ്റെ മതി. അത് നമുക്ക് ഇവിടെ നട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ഈ മലേൻ്റെ മണ്ടയ്ക്ക് തന്നെ ഉണ്ടാച്ച് നട്ടാം. ഇവിടെ ഒരു സ്റ്റാപ്ലിങ്സ്, ഇവിടെ ഒന്ന്. ഇനി അങ്ങ് മുറിച്ച് മാറ്റാം. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇവിടെ, പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ആടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് പോവാം. അവിടെ വളർന്നോട്ടെ, എന്താ വെച്ചാൽ ചെയ്തോട്ടെ. നമ്മൾ എൻജിനീയറിൻ്റെ പണി ഞാൻ ഓഫ് കെ നിന്ന് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു പണി എടുക്കുന്നില്ല. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഗൈസ്, നമ്മളെ വീടിൻ്റെ പണി അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോ ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ അത്രയോ പ്ലാങ്ക് നമുക്ക് പ്ലാങ്ക് ആക്കാം. 48 കിട്ടി. ഓക്കെ, 2 ടാപ്പ് ഡോർ പോരാ. ഒരു വാതിൽ അതിന് കുറച്ചുകൂടി ഉണ്ടാക്കണം. കുറച്ചുകൂടി ആവശ്യമുണ്ട്, കുറച്ചുകൂടി ഉണ്ടാക്കാം. ഇനി ഒരു വാതിലിരിക്കട്ടെ, കുറച്ച് ട്രാപ്പ് ഡോർ ഇരിക്കട്ടെ. ട്രാപ്പ്
അപ്പോൾ അതിൽ നമ്മൾ കയ്യിലോട്ടെടുക്കുക, ഇതും കയ്യിലോട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു സാപ്പിങ്സ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി പണി തുടരാം. ഓക്കെ ഗൈസ്, ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് ചെയ്യണം, അല്ലേ പണി കിട്ടും. അത് പൊട്ടിച്ച് ഗൈസ് നമ്മളങ്ങനെ താഴത്തെ ഡോറ് വെച്ച് കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ഡോറാണ് ടഫല്ല ഒരിത് ബാക്കിയുള്ള ഗൈസ് മറന്നുപോയി. ഓക്കെ, അങ്ങനെ അതും ഫിറ്റാക്കി. ഗൈസ് ഈ ഡോർ വെച്ച തെറ്റാണ് ഗൈസ്, തെറ്റാണ് ജമ്മു തെറ്റാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.